ഇന്ന് നിങ്ങളുടെ കൈകളിൽ കർത്താവ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയ നന്മ വന്നു ചേരും. ദൈവം നിങ്ങളുടെ പേരിൽ അയച്ചിരിക്കുന്ന നന്മയെ കൈനീട്ടി പ്രാപിക്കാൻ തയ്യാറായിക്കൊള്ളുക. ലോകമെങ്ങും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ ദൈവകൃപയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 128 രണ്ടാമത്തെ വചനം, അതിലെ ബി പാർട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ ഇതേ വേദഭാഗത്തിൽ നിന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആലോചന ഞാൻ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് നൽകിയ തൻ്റെ ദിവ്യ സ്വരമാണിത്, നന്മ വരും എന്നത്. ഒരാൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസം വന്നു. തൻ്റെ മുൻപിൽ വലിയൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. ഇതൊക്കെ വളരെ വിദഗ്ധമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ഇനി ഇറങ്ങിക്കോട്ടെ? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ? എത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ശുഭാപ്തി വിശ്വാസവുമുണ്ട്? ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്ത് വരുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും അങ്ങ് ഇറങ്ങുക. അങ്ങനെ എന്ത് വരുമെന്ന് കാണാതെ ഇറങ്ങാൻ നിൽക്കുന്നവരുടെ ദിവസമല്ലിത്. നന്മ വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നിന്നോട് പറഞ്ഞാൽ നന്മ വരിക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട്, വിശ്വാസത്താൽ അത് മനസ്സിൽ തറപ്പിച്ചുകൊണ്ട്, ഞാൻ ഇറങ്ങുന്നതിൽ ദൈവം എനിക്ക് നന്മ തരുമെന്നുള്ള ഉന്നതമായ ബോധ്യത്തോടെ മുന്നോട്ടിറങ്ങാൻ നിങ്ങൾക്കിന്ന് പകൽ കഴിയട്ടെ. നീ മുന്നോട്ട് വെക്കുന്ന ചുവടുകളിൽ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നത് നാളിതുവരെയും നിങ്ങൾ കാണാത്ത മഹത്തരമായൊരു വലിയ നന്മയാണ്. നന്മ വരും. കൺമുമ്പിൽ കാണുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്ന ഭാഷ ശ്രദ്ധിച്ചുകൊള്ളുക, അത് വരും. നന്മ വരും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഇന്നത്തെ കഷ്ടകാലത്തെയോ കൈകളിലെ ശൂന്യതയോ നോക്കിക്കൊണ്ട് നിങ്ങളുടെ നാളെയെ ഒരിക്കലും ഡിസൈൻ ചെയ്യരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ശ്രേഷ്ഠമായത് കടന്നു വരികയാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നാപക യോഹന്നാനെ പോലെ ഇന്ന് രാവിലെ ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ജീസസ്, അവൻ എന്നിലും ബലവാനാണ്. പ്രൈസ് ദി ലോർഡ്. അതേ ആത്മനിറവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ സാഹചര്യങ്ങളെ അല്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്, ഒരു നന്മ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇന്നത്തെ ഗതികേടുകളെ അപ്പാടെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ദൈവത്തിന്റെ കൈകളാൽ ഒരുക്കപ്പെട്ട ഒരു വലിയ നന്മ നിന്റെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അതിന് ആമേൻ പറഞ്ഞു തുടങ്ങിക്കൂ. മഹത്തരമായത് കർത്താവ് നിനക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. നന്മ വരും, നന്മ വരും, നന്മ വരും. ഇന്ന് വളരെ മികച്ചൊരു പ്രസംഗം നടത്താനല്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളോടുള്ളതായ ആത്മാവിന്റെ അരുളപ്പാട് പറയാനും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ ദൂതറിയിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ആധികാരികമായി പറയട്ടെ, ശൂന്യമായ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയാത്തത്ര ഉന്നതമായൊരു നന്മ അതിൽ നിറഞ്ഞിരിക്കുന്നത് ഒന്ന് കാണാമോ? ഹല്ലേലൂയ. നിന്റെ അക്കൗണ്ടുകളിലേക്ക് നോക്കി വിശ്വാസത്താൽ ഇന്ന് രാവിലെ വലുതൊന്ന് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ കഴിയുമോ? നിന്റെ വീടിന്റെ അകത്തെ ഇപ്പോഴത്തെ പരിതസ്ഥിതികളെ നോക്കിക്കൊണ്ട് പ്രവചനത്തിന്റെ ആത്മാവിൽ പുതിയൊരു കാഴ്ച നിങ്ങൾക്കൊന്ന് കാണാമോ? നമ്മൾ പാടത്തില്ലേ, അസ്ഥിയുടെ താഴ്വരയിൽ ഞാനൊരു സൈന്യത്തെ കാണുന്നെന്ന്. അതുപോലെ സ്വന്തം ജീവിത സാഹചര്യത്തിന് നടുവിൽ ദൈവത്തിന്റെ നന്മ വെളിപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ശ്രേഷ്ഠമായ ഫലങ്ങളെ ഒന്ന് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അത്യുന്നതമായ ദൈവത്തിന്റെ കരുതലും മറുപടികളും കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് വന്നു ചേരുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വെട്ടിക്കിളികൾക്കൊരു പ്രത്യേകതയുണ്ടത്. അതിന് രാജാവില്ലേലും അതൊരു മഹാസൈന്യമായി തന്നെ പുറപ്പെടുന്നു. വെട്ടിക്കിളികളുടെ പ്രത്യേകത, അതിപ്പോൾ ഇവിടെയാണെങ്കിൽ നാളെ അത് മറ്റൊരു വിശിഷ്ടമായ രാജ്യത്തായിരിക്കും.
ചാടിച്ചാടി നടക്കുന്ന വെട്ടിക്കിളികൾ എങ്ങനെയാ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് വിസയും പാസ്പോർട്ടും ഇല്ലാതെ സഞ്ചരിക്കുന്നത്? ആരും അതിനെ ഫ്ലൈറ്റേ കയറ്റത്തില്ല, ആരും അതിനെ കപ്പലിലും കയറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ജസ്റ്റ് ഒന്ന് ചാടാൻ മാത്രം ശേഷിയുള്ള ഈ ചെറിയ ജീവി എങ്ങനെയാ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കടക്കുന്നത്? ഞാൻ വായിച്ചപ്പോൾ അവിടെ വളരെ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു രസകരമായ സംഗതി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കി. വെട്ടിക്കിളികൾ സഞ്ചരിക്കുമ്പോൾ അവർ വളരെ ശ്രദ്ധിക്കും. എന്താണെന്നോ, തങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇടത്തു നിന്നും തങ്ങളെ ചലിപ്പിക്കുന്ന ഒരു വലിയ കാറ്റ് വരുന്നുണ്ടോ എന്ന് അവരിങ്ങനെ ശ്രദ്ധിക്കും. ആഞ്ഞു വീശി കടന്നു വരുന്ന ഒരു കാറ്റ് തങ്ങളുടെ സമീപത്തോടെ കടന്നു പോകുമ്പോൾ ചാടാൻ മാത്രം ശേഷിയുള്ളവർ തങ്ങൾ ഇരിക്കുന്ന പുൽക്കൊടിയിൽ നിന്നും ഒരൊറ്റ ചാട്ടമാ അത് ആ കാറ്റിനകത്തേക്കാ. ഈ കാറ്റ് ഇവരെ പറപ്പിച്ചുകൊണ്ട് അടുത്ത രാജ്യത്ത് കൊണ്ടുപോയി ഇടും. നിന്റെ ഒരു വഴിയും കാണാത്ത ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ നിന്ന് നന്മയുടെ വലിയൊരു കൊയ്ത്തുകാലത്തിലേക്ക് നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ നന്മയുടെ കാറ്റ് നിന്റെ ജീവിതത്തിന്റെ സമീപത്തോടെ ഇന്ന് രാവിലെ കടന്നു വരികയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന തീർന്നു പോയെന്നും ഇനി സാധ്യതയില്ലെന്നും പറയുന്ന സാഹചര്യത്തിൽ നിന്നും പുതിയൊരു കൊയ്ത്തിന്റെ നല്ല കാലത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ അങ്ങ് മാറ്റാൻ പോകുകയാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യ. ഒരു വെട്ടിക്കിളി മറ്റൊരു വെട്ടിക്കിളിയോട് പറയുമായിരിക്കും, ദേ നമ്മുടെ ലെവല് മാറ്റുന്ന, നമ്മളെ അടുത്ത രാജ്യത്തെത്തിക്കുന്ന കാറ്റ് വരുന്നുണ്ട്. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുന്നു. ഓടിക്കയറാനോ വലിയൊരു മേഖലയ്ക്കപ്പുറത്തേക്ക് പോകാനോ ശേഷിയില്ലാതെ ജീവിതത്തിന്റെ പരിമിതികൾക്കകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു നന്മ വരുന്നുണ്ട്. യേശുവിനെ കുറിച്ച് കേട്ട മാത്രയിൽ യേശു ഏത് നാട്ടുകാരനെന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസിനോട് നഥനയേൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ജീസസ്, നന്മ വരുമെന്ന് ബൈബിൾ പറയുമ്പോഴും ചിലർ ചോദിക്കും, വല്ല നന്മയും വരുമോ എന്ന്. വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമായി ഒരാൾ വരും. അവന്റെ പേര് കർത്താവായ യേശു എന്നാണ്. വരാൻ സാധ്യതയില്ലാത്ത യാതൊരു നന്മയും വെളിപ്പെടാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, നിന്റെ ആ സ്ഥാപനത്തിന്റെ അകത്ത് നന്മകൾ ഇടിച്ചു കയറാൻ പോകുകയാണ്. നിന്റെ ബിസിനസിന്റെ അകത്തളങ്ങളിൽ നാളിതുവരെ കാണാത്തൊരു നന്മയുടെ വർധനവ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. വട്ടപൂജ്യമായി കിടക്കുന്ന നിന്റെ ഡെഡ് ലൈൻ അക്കൗണ്ടുകളെ ഒന്നുകൂടെ സജീവമാക്കി എടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി അതിൻ്റെ മേൽ നടക്കും. ഇനിയൊരു നല്ല കാലം വരില്ലെന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് നടന്നതിലേക്ക് ഒന്നുകൂടെ തിരികെ നോക്കി, അല്ല നിങ്ങളെ കൈകൊട്ടി മാടി വിളിച്ചിട്ട് നിങ്ങളെ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നൽകുന്ന നിലയിൽ ചില നന്മകൾ നിങ്ങൾ ഇത്രയും കാലം പ്രയത്നിച്ച ഇടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില നന്മകളുടെ മേലുള്ള കുരുക്കുകളെ ദൈവം അഴിക്കുകയാണ്. നന്മകൾ വരും. ഹല്ലേലൂയ. ചില വസ്തു സംബന്ധമായി കിടക്കുന്ന ചില കുരുക്കുകളെ ദൈവം അഴിക്കുകയാണ്. ചില വലയ്ക്കകത്തകപ്പെട്ട പക്ഷികളെ പോലെ, കെണിയിൽ വീണ പക്ഷിയെ പോലെ കുരുക്കുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ചില തലമുറകളുടെ ഭാവിയുടെ മേലുള്ളതായ ബന്ധനങ്ങളെ അഴിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേലുള്ള നന്മയെ വെളിപ്പെടുത്തുന്ന സമയമാണിത്. ഇരുട്ടിന്റെ അധിനിവേശങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശുശ്രൂഷയും ദൈവരാജ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അതിനെ വിശാലപ്പെടുത്തുന്ന, പ്രകാശമയമാക്കി തീർക്കുന്ന ഒരു സന്തോഷ സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നന്മ വരും, നന്മ വരും. നിന്റെ നന്മയെ നീ വ്യാഖ്യാനിക്കുന്നത് പണമെന്ന നിലയിലാണെങ്കിൽ ആ നന്മ നിനക്ക് ലഭിക്കും. നിന്റെ നന്മയെ നീ വ്യാഖ്യാനിക്കുന്നത് നീ എഴുതിയിരിക്കുന്ന പരീക്ഷകളിലെ ഉന്നത വിജയമെന്ന നിലയിലാണെങ്കിൽ ആ നന്മ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചേരുക തന്നെ ചെയ്യും. ജീസസ്, ഉത്തമമായ ഭാവിയുടെ വാതിലായിരിക്കാം ചിലരുടെ നന്മ, അത് വരിക തന്നെ ചെയ്യും. ഞാൻ ആത്മാവിൽ പറയട്ടെ, നന്മ വരുമെന്ന് വേദപുസ്തകം നിന്നോട് വളരെ സജീവമായി പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ആമേൻ പറഞ്ഞുകൊള്ളുക. അതെങ്ങനെ നടക്കും എന്നുള്ളതായ ചോദ്യങ്ങളോ അതിൻ്റെ വിശദീകരണങ്ങളോ നൽകലല്ല ഇന്നത്തെ ദൂതിൻ്റെ ലക്ഷ്യം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കർത്താവ് പറയുന്നത് നിറപടിയായി നിർവഹിപ്പാൻ അവൻ സർവശക്തനാകുന്നു.
അവൻ്റെ വാക്കുകളെ സംശയിക്കാതെ ഊർജ്ജസ്വലതയോടുകൂടെ അരുളി ചെയ്തവൻ സർവശക്തനാകയാൽ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് നിന്റെ ദൗർബല്യങ്ങളെക്കാൾ അതീതമായി അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ആശയ്ക്ക് വിപരീതമായ ആശയോടെ ഇന്ന് രാവിലെ വിശ്വസിക്കണം. ദൈവപ്രവൃത്തി നടക്കും. കർത്താവിനത് ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഒരു വാക്കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ജന്മത്ത് ഭാഗ്യകാലങ്ങൾ അണിയിച്ചൊരുക്കുന്ന ദൈവത്തിൻ്റെ നന്മയുടെ മഹാസമ്മേളനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ നമുക്ക്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ദിവ്യമായ അരുളപ്പാടുകളുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്മ വരും. ശത്രു അടച്ച വഴികളിലൂടെ, ദുഷ്ടൻ പൂട്ടിയ കവാടങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തിൻ്റെ നന്മകൾ ഇന്ന് നിന്റെ മക്കളുടെ ഭവനങ്ങളിലേക്ക് നടന്നു കയറുന്നതിനായി സ്തോത്രം. ഇനി വരികയില്ല എന്നുള്ള നിലയിൽ അർദ്ധരാത്രിയുടെ ഒരു നിശ്ചിത സമയത്ത് അവസാനത്തെ വാഹനവും യാത്രയായി കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ ഇനി നടക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് കരുതി നിൽക്കുന്ന യാത്രക്കാരന് വേണ്ടി ഒരു വാഹനം വന്ന് അവനെ വിളിച്ച് കയറ്റുന്നത് പോലെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ മറ്റൊരിടവും കാണാതെ നിൽക്കുന്ന ചില മക്കളുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് വേണ്ടി അയക്കുന്ന നന്മകൾ കടന്നു വന്ന് അവരെ മാടി വിളിച്ച ദൈവ പദ്ധതിയിലേക്ക് അവരെ ഇരുത്തി എത്തേണ്ട ഇടത്ത് അവരെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുന്നൊരു ദൈവ പ്രവൃത്തി ഇന്ന് നടക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ജീസസ്, അവസാനത്തെ വണ്ടിയും കടന്നുപോയെങ്കിലും ഞാൻ നടക്കേണ്ടി വരികയില്ല. ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളതായ പ്രത്യാശയും ധൈര്യവും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വാരി വിതറി കൊടുക്കുന്നതിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ ദാരിദ്ര്യങ്ങളെ ഈ വചനം കൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നഷ്ടബോധങ്ങളും ദുരിതങ്ങളും ഇല്ലായ്മകളും ഈ വചനത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. ദൈവകൃപയുടെ ആഴങ്ങൾ, അർഹതയില്ലാത്ത മഹാസന്തോഷങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം ഇവരുടെ ജീവിതത്തെ ഈ പുലരിയിൽ ആദരിക്കുന്നു എന്നുള്ള വലിയ ബോധം, വലിയ തിരിച്ചറിവ് അങ്ങയുടെ മക്കളിലേക്ക് അങ്ങ് പകരുന്നല്ലോ. പ്രാപിപ്പാൻ കഴിയാത്തത്ര ഉന്നതമായതിനാൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മക്കൾക്ക് മുൻപിൽ ഇവർ ഒരിക്കലും ചിന്തിക്കാത്ത അത്ഭുതവാതിൽ ഇന്ന് രാവിലെ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഇത് പരാജയപ്പെട്ട് കണ്ണു നനഞ്ഞ് നടക്കുന്നൊരു ദിവസമല്ല. ചിരിച്ചുകൊണ്ട് ആർപ്പുവോടെ കറ്റകൾ ചുമന്നുകൊണ്ട് കളപ്പുരകളെ നിറയ്ക്കുവാൻ ദൈവമൊരുക്കിയ സന്തോഷത്തിന്റെ കൊയ്ത്തു നേരമാണെന്ന് ഹല്ലേലൂയ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ ഇത് കൊയ്ത്തിന്റെ ദിനമാണെന്ന് ദൈവാത്മാവ് പറയുന്നു. നന്മ വരും. അതേ കർത്താവേ, കടന്നു വരും. ലക്ഷ്യം തെറ്റാതെ, മാർഗതടസ്സങ്ങൾ ഉണ്ടാകാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കവാടങ്ങളെ മുട്ടി വിളിച്ചുകൊണ്ട് ഞാൻ നിനക്കായി അയക്കപ്പെട്ടിരിക്കുന്നു, എനിക്കായി നിന്റെ കതകുകളെ തുറക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളുടെ കവാടങ്ങളെ തുറന്ന് ദൈവമൊരുക്കിയ നന്മകൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഗൃഹപ്രവേശം ചെയ്യുന്നതിനായി സ്തോത്രം. ഐശ്വര്യങ്ങളുടെ പുനഃസ്ഥാപനം ഭവനങ്ങളുടെ അകത്തിന്ന് പുലരിയിൽ നടക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കർത്താവും രക്ഷകനുമാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമ്പന്നതയാൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. എല്ലാ പ്രോസ്പിരിറ്റികളാലും ഇവർ നിറയപ്പെടട്ടെ. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളാലും ഇവർ നിറഞ്ഞ് കവിയട്ടെ. ഇവരുടെ കൈകളിൽ നിന്ന് നിറഞ്ഞിരിക്കട്ടെ. ഇവരുടെ പേഴ്സുകളും വാലറ്റുകളും ഇന്ന് സമൃദ്ധി കാണട്ടെ. നാനാ വഴികളിലൂടെ ദൈവം തുറന്ന നന്മകൾ കയറി വരുന്ന കാഴ്ച ഇന്ന് ഇവരുടെ ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കട്ടെ. ജീസസ്, അയ്യം വിളിച്ച് കരഞ്ഞ വഴികളിലെല്ലാം ദൈവമൊരുക്കിയ സന്തോഷത്തിന്റെ ആർപ്പുവിളികൾ ഇന്ന് മുതൽ യേശുവിൻ നാമത്തിൽ മുഴങ്ങുന്നതിനായി നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഇന്നത്തെ പ്രവചനദൂതിന് സാക്ഷിയായിരിക്കുന്ന ഭവനങ്ങളെയെല്ലാം യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് മുദ്ര ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിറപടിയായി വെളിപ്പെടേണ്ടതിന്, ദുരിതങ്ങളല്ല നന്മ തന്നെ ഇവരുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരേണ്ടതിന്, ഈ വീടുകളുടെ കവാടങ്ങളെയും ഇവരുടെ ജീവിതത്തെയും അവിടുത്തെ അത്ഭുത പ്രവൃത്തിക്ക് അനുകൂലമാവണ്ണം സജ്ജീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ ജനം ഇന്ന് ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ ഇരുന്ന് നീ വചനം കേൾക്കുന്നു, അവരുടെ എല്ലാം ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ തിരുവെഴുത്തിൻ്റെ നന്മ പൂർണ്ണതയോടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവേ, എനിക്ക് ഇന്നത്തെ ഈ മെസ്സേജിലൂടെ ഒരു 600 അത്ഭുത സാക്ഷ്യങ്ങൾ വേണം. ദൈവം നന്മ നൽകി എന്നുള്ള ഒരു 600 സാക്ഷ്യങ്ങൾ അതെൻ്റെ കർത്താവ് നൽകാൻ കൃപയാക്കിയിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദൈവാലോചന ഇച്ചിരി ശക്തമായ നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവ പദ്ധതിയെ കരുത്തോടെ വെളിപ്പെടുത്തുകയാണ്. നന്മ പ്രാപിക്കാൻ തയ്യാറായിക്കോ. ദൈവം നിന്റെ അതിരുകളെ ഇന്ന് വിശാലമാക്കുകയാണ്. അലക്ഷ്യമായിട്ടിന്ന് ഒരു നേരം പോലും ഇരിക്കരുത്. ഒരു കൊയ്ത്തിനൊരുങ്ങി വേണം ഇന്ന് പകൽ മുന്നോട്ട് പോകാൻ. 2, എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് മനോരമ ജംഗ്ഷനും ലോഗോസ് ജംഗ്ഷനും ഇടയിലുള്ള IMA ഹാളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്തിനോടകം നടത്തപ്പെടുന്നു. സന്തോഷത്തോടെ നിങ്ങളെ ആത്മീക കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേരിൽ കാണാം. അതുവരെ ഇമ്മാനുവേലിന്റെ ചിറകിന്റെ മറവിൽ ഭദ്രതയോടെ നാം പരിപാലിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആത്മീക ശുശ്രൂഷ ഈ വരുന്ന 17-ാം തീയതി 2024 ഫെബ്രുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തിരുവനന്തപുരത്ത് നടക്കുന്നു. തിരുവനന്തപുരം കണ്ണേറ്റുമുക്ക് ശാന്തിവനം എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മുത്തൂറ്റ് ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ നിലയിലാണ് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നത്. നിങ്ങൾക്ക് അവിടെ വന്നാൽ നട കയറി പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ലിഫ്റ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. നേരിൽ വരിക, നമുക്ക് ആവോളം ദൈവകൃപ അനുഭവിക്കാം. ശനിയാഴ്ച നിങ്ങളെ എല്ലാവരെയും തിരുവനന്തപുരത്തെ ആത്മീക ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.